So, good morning, ladies and gentlemen. ഇതെൻ്റെ ആദ്യത്തെ വീഡിയോ. ഈ വീഡിയോ ഇടാനായിട്ട് ചെറിയ കാരണമുണ്ട്. ഞാൻ കേരളത്തിൽ ജനിച്ചു. കേരളത്തിൽ വടക്കം പറവൂർ എന്ന് പറഞ്ഞൊരു സ്റ്റേറ്റിൽ ജനിച്ചു. തൈക്കാട്ടുശ്ശേരി എന്ന് പറയുന്ന അവിടെ ഞാൻ വളർന്നു. SMS ഹൈസ്കൂളിലാണ് എൻ്റെ തുടക്കം. അവിടെ ഞാൻ 8ാം ക്ലാസ് വരെ പഠിച്ചു. അവിടുന്ന് പിന്നീട് ചേർത്തലയിലോട്ട് പോയി, ജൂനിയർ ടെക്നിക്കൽ സ്കൂളിൽ പോയി. അവിടുന്ന് പിന്നെയും ഞാനിവിടുന്ന് യാത്ര തുടർന്നു. എറണാകുളത്തേക്ക് പോയി. എറണാകുളത്ത് ഞാനൊരു കപ്പലിലായിരുന്നു. എൻ്റെ ഫാദർ കപ്പലിൽ എൻജിൻ ഡ്രൈവറായിരുന്നു. കപ്പലിൻ്റെ അസിസ്റ്റൻ്റായിട്ട് ഞാൻ ജോലി ചെയ്തു. ഗവൺമെൻറ് ഓഫ് ഇന്ത്യയാണ്. അത് കഴിഞ്ഞ് ഞാൻ ബേപ്പൂരിലോട്ട് പോയി. ബേപ്പൂർ കാലിക്കറ്റിൽ പോയി. അവിടുന്ന് ഞാൻ ഹൈദരാബാദിലേക്ക് വന്നു. ഹൈദരാബാദിൽ വന്ന് ഇവിടെ കുറേ കാലങ്ങൾ നിന്ന് പിന്നീട് ഇവിടുന്ന് ഞാൻ അമേരിക്കയിലോട്ട് പോയി. ഇതെൻ്റെ ഒരു ഇൻട്രഡക്ഷനാണ്. അപ്പോൾ അമേരിക്കയിൽ പോയി. അവിടെ ഞാൻ ആൻറ്റി നാർക്കോട്ടിക്സിലായിരുന്നു. പിന്നെ ഞാൻ ബിസിനസ്സുണ്ട് അവിടെ. ഹൈദരാബാദിൽ എനിക്ക് ബിസിനസ്സുണ്ട്. എനിക്ക് റിയൽറ്റർ എന്ന് പറയാം. അല്ലെങ്കിൽ എനിക്കൊരു ഹൈസ്കൂളുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ബാക്ക്ഗ്രൗണ്ട്. ഞാനത് ഇൻട്രൊഡക്ഷൻ ചെയ്യുക. അപ്പോൾ ഞാൻ സാബു ജേക്കബിനെ പോലെയോ പിണറായി വിജയനെ പോലെയോ അല്ലെങ്കിൽ അവിടെയുള്ള പൊളിറ്റീഷ്യനെ പോലെ വലിയ ഫേമസ് ഒന്നുമല്ല. സാധാരണക്കാരിൽ സാധാരണ ഒരു പച്ച മനുഷ്യൻ. പക്ഷേ കേരളത്തെപ്പറ്റി ഞാൻ അമേരിക്കയിൽ പഠിച്ചത്, എനിക്ക് കുറച്ച് ഫേവറേറ്റ്സ് ആൾക്കാരവിടെ കേരളത്തിലുണ്ട്. നിങ്ങൾക്ക് അവരെ ഇഷ്ടപ്പെടുമെന്ന് അറിയില്ല. പക്ഷേ എനിക്ക് അവരിൽ കൂടിയാണ് കേരളം എന്താണെന്നും കേരളത്തിലെ രീതികൾ എന്താണെന്നും അവിടെ നടക്കുന്ന പ്രസ്ഥാനങ്ങൾ എങ്ങനെയാണെന്നും അവിടുത്തെ സംഭവങ്ങൾ എന്താണെന്ന് ഞാൻ അറിയുന്നു. ഒരാളുടെ പേര് ശാന്തികുളം ദിനേശ്, ഈസ് ഫ്രം ട്രിവാൻഡ്രം. പിന്നെയുള്ള ഒരാൾ സാജൻ സക്കറിയ. അദ്ദേഹം മറുനാടൻ മലയാളിയുടെ ആളാണ്. ഇനി അടുത്ത ആൾ പച്ചയ്ക്ക് പറയുന്ന ഒരു യോഹന്നുണ്ട് എറണാകുളത്ത്. പിന്നെ ഉള്ള അടുത്ത സൂരജ് പാലക്കാരൻ എന്ന് പറഞ്ഞൊരാൾ. ഇവരിൽ കൂടിയൊക്കെയാണ് സർക്കാസ്റ്റിക്കായിട്ടും സീരിയസ് ആയിട്ടൊക്കെയുള്ള മെസ്സേജ് എനിക്ക് കിട്ടുമ്പോൾ ഞാൻ ഇതെല്ലാം കണ്ടിട്ട് എൻ്റെ ഉള്ളിലുള്ള ജഡ്ജ്മെൻ്റ് എടുക്കും. എൻ്റെ ഒരു വെൽവിഷനാണ് സാബു ജേക്കബ്. അദ്ദേഹം ഹൈദരാബാദിൽ എൻ്റെ നെയ്ബറാണ്. ഞങ്ങളുടെ ഒരു പരിചയമില്ല കേട്ടോ. ഞാൻ അദ്ദേഹത്തെ ഒന്ന് 1-2 പ്രാവശ്യം കോൺടാക്ട് ചെയ്യാനായിട്ടൊക്കെ ശ്രമിച്ചതാണ്. അദ്ദേഹം ഇവിടെ ഹൈദരാബാദിൽ ദേ ആർ ഡൂയിങ് വെരി വെൽ. വറങ്കലിലാണ്. എൻ്റെ വീട്ടിൽ നിന്ന് ഒരു 50 മൈൽ ദൂരെയാണ്. അപ്പോൾ ഇപ്പോൾ ഞാൻ സെറ്റിൽ ചെയ്തേക്കുന്നത് അമേരിക്കയിലാണ്. അമേരിക്കയിൽ നിന്ന് ഞാൻ 6 മാസം, 1 വർഷം, 2 വർഷമൊക്കെ കൂടുമ്പോൾ വരാറുണ്ട്. അപ്പോൾ ഇത്തവണ ഞാൻ നാട്ടിൽ വരുമ്പോൾ കേരളത്തിൽ വരാനിടയായി. കേരളത്തിൽ വന്നിട്ട് അവിടെ എൻ്റെ കൂട്ടുകാരുടെ ഇടയിൽ എന്ന് അറിയാനിടയായി അവിടെ ഒരു ചർച്ചിൻ്റെ ഒരു പ്രോപ്പർട്ടി വിൽക്കാനുണ്ടെന്ന് ഞാനാണ്. അപ്പോൾ അതിലേക്ക് ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്തു. അത് 5-8 ഏക്കറാണ്, ഒരു ഐലൻഡാണ്. അപ്പോൾ ഐ വാസ് ക്രേസി ഓഫ് ദിസ്. ഞാനതിന് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതൊന്നും ആയിട്ടില്ല ഇതുവരെ. ഇറ്റ് ഈസ് ഓൺ ദ പ്രോസസ്. പിന്നെ എന്താ പറയുക, അവിടെ ഒരു വീടുണ്ട്, അനിയനുണ്ട്. എനിക്ക് 2 അനിയന്മാർ, ഒരു പെങ്ങളൊക്കെ ഉണ്ട്. ഒരു ഫാമിലി ആണ്. എൻ്റെ ഭാര്യ റണ്ണിങ് എ സ്കൂൾ. അവൾ ലോകത്തില്ലാത്ത ഡിഗ്രികളെല്ലാം ഉണ്ട്. BSc, MA, M.Ed. അവളുടെയാണ് സ്കൂൾ. അവളാണ് പ്രിൻസിപ്പൾ. ഞാനതിൻ്റെ കറസ്പോണ്ടൻറ്റ്. പിന്നെ എൻ്റെ ഒരു മോനുണ്ട്, ഒരു മരുമോനുണ്ട്. അവരും അമേരിക്കയിലാണ്. അവർ 2 ഡോക്ടേഴ്സാണ്. അപ്പോൾ ഇതാണ് എൻ്റെ റെസ്റ്റോറൻറ്റ്. എനിക്ക് 2 പേരക്കുട്ടികളുണ്ട്. സുന്ദരിയും സുന്ദരനായ 2 പേരക്കുട്ടികളുണ്ട്. ഒരാൾ 8 വയസ്സ്, ഒരാൾ 4 വയസ്സ്. 8 വയസ്സുള്ള മേബിൾ, രണ്ടാമത്തെ ആൾ മെറിക്ക്. ഇതാണ് എൻ്റെ ബാക്ക്ഗ്രൗണ്ട്. എനിക്ക് സംഭവത്തിലേക്ക് കിടക്കും. കേരളത്തിൻ്റെ ചെറിയൊരു ബിസിനസ് ചെയ്യാൻ എനിക്ക് താല്പര്യമുണ്ട്. അമേരിക്കയിൽ പോയി ഹൈദരാബാദ് വന്ന് അവിടെ എല്ലാം ബിസിനസ് ചെയ്യാൻ എന്തുകൊണ്ട് എൻ്റെ സ്വന്തം സ്ഥലത്ത് ചെയ്തുകൂടാ എന്നൊരു തോന്നൽ. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം നാട്ടിലേക്ക് ഫ്ലൈ ചെയ്യുമ്പോൾ ഞാൻ രമേശ് ചെന്നിത്തലയെ കാണാനിടയായി എയർപോർട്ടിൽ. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് വെറുതെ ചോദിച്ചു, സർ ഐ വാണ്ട് ടു ഡു സം ബിസിനസ്. ഒരു കുഴപ്പമില്ല, ആൻ്റണി പോരാൻ പറഞ്ഞു.
അപ്പോൾ ഞാൻ പറഞ്ഞ് ഇതാണ് എൻ്റെ ഉദ്ദേശം. ഇപ്പോൾ കേരളത്തിൽ പഴയമാരിയല്ല, ദേ ആർ പ്രൊമോട്ടിങ് എന്താ പറയുക, NROസിലേക്ക് നന്നായിട്ട് എൻകറേജ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. ആ ഒരു വിശ്വാസത്തിലാണ് പറഞ്ഞത്. എൻ്റെ കൂട്ടുകാർ ഓസ്ട്രേലിയയിലും ഇംഗ്ലണ്ടിലും UK ഉള്ളവരോട് ഞാൻ ഇങ്ങനെ തൈക്കാട്ടുശ്ശേരിയെ പറ്റി പറയുമ്പോൾ അവർക്കാർക്കും തൈക്കാട്ടുശ്ശേരിയും പള്ളിപ്പുറം തുറവൂരൊന്നും അറിയില്ല കേരളത്തിൽ. അപ്പോൾ എനിക്ക് തൈക്കാട്ടുശ്ശേരിയിൽ പ്രോപ്പർട്ടി ഉണ്ട്, പള്ളിപ്പുറത്തും പ്രോപ്പർട്ടി ഉണ്ട്. ഇപ്പോൾ ഞാൻ തുറവൂർ ഞാനൊരു ഐലൻഡ് മേടിക്കണം. അപ്പോൾ അതുകൊണ്ട് എനിക്കൊരു ആഗ്രഹം, എൻ്റെ ഒരു ഡിസയർ, എന്തെല്ലാം ഡിസയർ ഉണ്ട്. അതായത് കുന്നോളം കിനാവ് കണ്ടാലേ കുന്നിക്കുരുവോളം കിട്ടുമെന്ന് കേട്ടിട്ടുണ്ടല്ലോ. അതുപോലെ എനിക്ക് ഈ പറഞ്ഞ കേരളത്തിൽ ഈ പള്ളിപ്പുറം തൈക്കാട്ടുശ്ശേരി തുറവൂർ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് ഒരു ബിസിനസ് ചെയ്യാനാണ് താല്പര്യം. ആ ബിസിനസ്സിന് ഞാൻ അടുത്ത വീഡിയോയിൽ ഞാൻ ചെയ്യാം. അപ്പോൾ എൻ്റെ ഉദ്ദേശം ഒന്നുമില്ല, യൂത്ത് അവരെ സ്പോർട്സിൽ കൂടി ഈ രാഷ്ട്രീയത്തിൽ നിന്ന് അവരെ പിടിച്ചു മാറ്റി സ്പോർട്സിലും അവരുടെ റിക്രിയേഷൻ, അവരുടെ പാട്ടും നാടകവും അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് പോകണമെന്ന് എനിക്ക് താല്പര്യം. പിന്നെ രണ്ടാമത് സ്കൂളുകൾ തമ്മിൽ ഫുട്ബോൾ മാച്ചുകൾ നടത്തുക. ഈ തുറവൂർ തൈക്കാട്ടുശ്ശേരി പള്ളിപ്പുറം ഈ സ്ഥലത്തെ ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്തുള്ളൂ. ഇവിടെ ഒരു പൊളിറ്റിക്സ് പാർട്ടിക്ക് ഞാൻ BJP അല്ല, കോൺഗ്രസ് അല്ല, കമ്മ്യൂണിസ്റ്റ് അല്ല ഒന്നും. പക്ഷേ എനിക്കുണ്ടായിരുന്നു രാഷ്ട്രീയം, അതല്ല ഞാൻ ഇന്ത്യൻ രാഷ്ട്രീയം ഞാൻ വിട്ടു. ഇപ്പോൾ ഞാൻ റിപ്പബ്ലിക്കനാണ്, അമേരിക്കൻ റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ രജിസ്റ്റേർഡ് റിപ്പബ്ലിക്കനാണ്. ഞാൻ ആക്റ്റീവ് മെമ്പർ അവിടെ അമേരിക്കയിൽ. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ബാക്ക്ഗ്രൗണ്ട്. അപ്പോൾ ഈ ബിസിനസ്സിനെ പറ്റി എനിക്കൊരു പ്രസ്ഥാനം തുടങ്ങാൻ താല്പര്യമുണ്ട്. അതിനെപ്പറ്റി ഞാൻ അടുത്ത വീഡിയോയിൽ പറയും. അപ്പോൾ ഇന്നത്തേക്ക് ഇത് മതി. എല്ലാവർക്കും നന്ദി. ഇത്രയും നേരം നിങ്ങളെല്ലാം ഇതെല്ലാം കേട്ടതിൽ സന്തോഷം. പിന്നെ എൻ്റെ വീഡിയോയുടെ അടിയിൽ നിങ്ങളുടെ കമൻസ് ഇടണം. കേരളത്തിലേക്ക് പോകുന്നതിനെ പറ്റി പല ആൾക്കാരും പലതും മോശം പറയുന്നുണ്ട്. നീ അവിടെ ട്രെയിൻ നിലവയ്ക്കാൻ പോവാണോ, അതോ നീ ഉണ്ടാക്കിയ കാശൊക്കെ കൊണ്ട് കേരളത്തിൽ കലക്കാൻ പോവാണോ, എന്തൊക്കെയോ പറഞ്ഞ് പേടിപ്പിക്കുന്നുണ്ട്. ഞാനങ്ങനെ പേടിക്കുന്ന ആളൊന്നുമില്ല. ഞാൻ കേരളത്തിൽ ജനിച്ചു വളർന്ന് നിങ്ങളുടെ എല്ലാവരുടെയും കൂടെ കേരളം മുഴുവൻ പഠിച്ചിട്ടാണ് ഞാൻ പുറത്തേക്ക് പോയത്. കേരളത്തിൽ നിന്ന് എനിക്ക് ഡിഗ്രി പോലും എടുക്കാൻ പറ്റിയില്ല. ഞാൻ പുറത്ത് പോയിട്ടൊക്കെയാണ് എൻ്റെ ഡിഗ്രിയൊക്കെ എടുത്തത്. അപ്പോൾ അതൊക്കെയാണ് എൻ്റെ ഇപ്പോഴത്തെ വിശേഷം. ബാക്കിയുള്ള അടുത്ത വീഡിയോയിൽ ഞാൻ പറയാം. അപ്പോൾ ഐ ആം നോട്ട് പ്രിപ്പയർഡ് ടു ടോക്ക്. ആൻഡ് ഞാൻ പറഞ്ഞല്ലോ, ഈ സാബു ജേക്കബിൻ്റെ കമ്പനിയിലുണ്ടാക്കുന്ന തുണി ആണ് അമേരിക്കയിൽ ഏത് കുട്ടികളും ജനിച്ചു വീണ് ആദ്യം ഉപയോഗിക്കുന്ന കിറ്റക്സിൻ്റെ ഉടുപ്പാണ്. അപ്പോൾ അതുകൊണ്ട് അത്രയും ഫേമസ് ആയിട്ടുള്ള ഒരാളാണ് നമ്മുടെ കേരളത്തിലുള്ള ആളെങ്കിലും. എന്തുകൊണ്ട് എളിയനായ എനിക്ക് എന്തെങ്കിലും ഒരു ബിസിനസ്, പക്ഷേ എൻ്റെ ബിസിനസ് എക്സ്പോർട്ടാണ്, നോട്ട് ഇൻ കേരള ഓർ ഇന്ത്യ. വട്ട് എവർ ഐ ആം പ്ലാനിങ് ടു മേക്ക് മൈ പ്രൊഡക്റ്റ് ഇറ്റ്സ് ഓൺലി ഫോർ എക്സ്പോർട്ട്. ഇറ്റ് വിൽ ഗോ ഔട്ട്സൈഡ് ദ കൺട്രി. I don't think even to Dubai. It will go to UK, Australia and Canada and America. അപ്പോൾ ബാക്കിയുള്ളത് ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം. താങ്ക് യു.